അർജുനും ശ്രീതുവും ലൈവില് പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കി. ഒരു ഷോർട്ട് ഫിലിം കണ്ട ഒരു ഫീൽ ആയിരുന്നു അർജുന്റെയും ശ്രീതുവിന്റെയും ഒരു പെർഫോമൻസ്. ഡയറക്ടർ ജിത്തു ജോസഫിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും മുന്നിൽ തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. ജിത്തു ജോസഫ് സൂക്ഷ്മമായിട്ട് തന്നെ അവരുടെ ഓരോ മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ടിവിയിലൂടെ. അവരൊരു കാമുകന്മാരായിട്ടാണ് അഭിനയിച്ചത്. ആദ്യം അവര് ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും അവരുടെ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ആയിരുന്നു. ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ പോകുന്നതൊക്കെയാണ് അവർ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ശ്രീധുവിന്റെ വീട്ടിൽ വേറെ കല്യാണാലോചനകൾ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമൊക്കെ അർജുന്റെ അടുത്ത് ശ്രീധു വന്ന് സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അർജുന് ജോലിയൊന്നുമില്ല. അപ്പൊ 3 വർഷമായിട്ട് അർജുൻ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജുൻ വീണ്ടും പറയാണ് എനിക്കിനി 1 വർഷം കൂടെ എങ്ങനെയും സമയം തരണം. അപ്പൊ ശ്രീധു പറയാണ് എനിക്കിനി സമയം തരാൻ പറ്റില്ല എന്റെ വീട്ടില്. അപ്പൊ ശ്രീധു പറയാണ് എനിക്കിനി സമയം തരാൻ പറ്റില്ല, എന്റെ വീട്ടിൽ വേറെ ആലോചനകൾ നടക്കുകയാണ്. അപ്പൊ അർജുൻ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ഒരു വർഷമല്ലേ ചോദിക്കുന്നുള്ളൂ, എനിക്ക് എങ്ങനെയും നീ സമയം തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പം ശ്രീധു പറയുന്നുണ്ട് നീ 3 വർഷമായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്, എനിക്ക് ഇതുവരെ നീ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നിനക്ക് കിട്ടുന്നില്ലല്ലോ, നീ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കേക്ക്, നീ എന്റെ ഡാഡിയുടെ ബിസിനസ് എടുത്ത് നടത്തുക. അപ്പൊ അർജുൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയെ നോക്കണം, എനിക്കൊരു പെങ്ങളുണ്ട്, എനിക്ക് നിന്റെ ഡാഡിയുടെ പപ്പറ്റായിട്ട് അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ശ്രീധു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ ഡാഡിയുടെ പപ്പറ്റോ, നീ എന്തൊക്കെയാ അർജുൻ ഈ പറയുന്നത്? എനിക്കിനി അധികം സമയം തരാൻ പറ്റില്ല അർജുൻ, ഇപ്പോൾ തന്നെ ഓൾറെഡി നിനക്ക് അധികം സമയം ഞാൻ തന്നു കഴിഞ്ഞു, 3 വർഷമായി എന്ന് പറയുന്നു. അപ്പൊ അർജുൻ പറയുന്നുണ്ട് നീ എന്നെക്കാൾ നല്ല ഒരാളെ കണ്ടെത്തി, അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, അതിന് കൂടുതൽ വേറെ കാര്യങ്ങൾ പറയൊന്നും വേണ്ട എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞ ഒരു തേപ്പുകാരിയുടെ ഒരു സെറ്റപ്പിലാണ് ശ്രീധു അഭിനയിക്കുന്നത്. അപ്പൊ അവസാനം ശ്രീധു ഇട്ടേച്ച് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അവസാനം അർജുൻ അവിടെ ഇന്ന് കരയുന്നു. ലാസ്റ്റ് അർജുൻ പറയുന്നുണ്ട് പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രീധു പോകുന്നു. അതാണ് അവരുടെ ആ ഒരു അഭിനയം, അതായിരുന്നു അവരുടെ ഒരു ആക്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത പോലെ കണ്ട ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് ഉണ്ടായിരുന്നു അവരുടെ ആക്ട്. അടിപൊളിയായിരുന്നു. ജിത്തു ജോസഫ് അവരുടെ ഓരോ മൂവ്മെന്റ്സും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജിത്തു ജോസഫും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരും എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവരെ ഒരു പെർഫോമൻസ് ലൈവിൽ ഇവരുടെ ഈ ഒരു